Hi friends, New Vlogsലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മലഞ്ഞിൽ ഫിഷിനെ പിടിക്കുന്നതും അതുപോലെ അതിൻ്റെ റെസിപ്പിയുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. മലഞ്ഞിൽ ഫിഷിനെ പിടിക്കാൻ ഞാൻ ഇര കോർക്കുന്നത് ചെമ്മീനാണ് കേട്ടോ. 2 ദിവസം ഡിലേ ആയിട്ടുള്ള ചെമ്മീനാകുമ്പോൾ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അത് മലഞ്ഞിൽ ഫിഷിനെ പെട്ടെന്ന് ആകർഷിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചൂണ്ടയിൽ ഒരു മഞ്ഞിൽ ഫിഷ് കുടുങ്ങിയിട്ടുണ്ട്. ഇതിന് ഏകദേശം 1.5 kg വെയിറ്റ് ഉണ്ടാകും. ഇതിൻ്റെ ശരീരത്തിന് പുറത്ത് നെയ്യ് പോലുള്ള കണ്ടന്റ് ഉള്ളതിനാൽ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്ലിപ്പായി പോകുന്നു. ഇതിൻ്റെ ശരീരത്തിന് പുറത്തുള്ള നെയ്യ് പോലുള്ള കണ്ടന്റ് വളരെ ഔഷധ ഗുണമുള്ളതാണ്. അതുപോലെ ശ്വാസം മുട്ടൽ, ആസ്തമ തുടങ്ങിയ അസുഖങ്ങൾക്ക് പറ്റിയ മീനാണ് മലഞ്ഞിൽ ഫിഷ്. ഇനി മലഞ്ഞിൽ ഫിഷിൻ്റെ സവിശേഷതകൾ പറയാം. മലഞ്ഞിൽ ഫിഷിനെ കണ്ടാൽ പാമ്പ് പോലെ തോന്നുമെങ്കിലും ഔഷധ ഗുണമേറിയ അടിപൊളി മത്സ്യമാണ് കേട്ടോ. മലഞ്ഞിൽ ഫിഷുകൾക്ക് നിലത്തുകൂടെ കുറേ ദൂരം ഇഴഞ്ഞ് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ വായുശക്തി കൂടുതലുള്ള മീനായതിനാൽ വെള്ളമില്ലാതെ കുറേ സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കും. രാത്രി സമയത്താണ് ഇവ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പിടിക്കാൻ അനുയോജ്യമായ സമയം സൂര്യോദയം, സൂര്യാസ്തമയം, രാത്രി എന്നീ സമയങ്ങളിലാണ്. മലഞ്ഞിൽ ഫിഷിൻ്റെ ആയുസ് 6 വർഷം മുതൽ 9 വർഷം വരെയാണ്. അതുപോലെ ഇതിൻ്റെ ലെങ്ത് 40 സെൻറ്റിമീറ്റർ മുതൽ 90 സെൻറ്റിമീറ്റർ വരെയുണ്ടാകും. മലഞ്ഞിൽ ഫിഷിനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ഫാറ്റ് നമ്മുടെ കൈകളിലായിട്ടുണ്ടാവും. അത് സിലിക്കോൺ ഗമ്മ് ഒട്ടിച്ച മാതിരിയുള്ള ഒരു എഫക്റ്റാണ്. അങ്ങനെ മലഞ്ഞിൽ ഫിഷിനെ നമ്മുടെ വീട്ടിലെത്തിച്ചിട്ടോ. മലഞ്ഞിൽ ഫിഷിൻ്റെ വായയുടെ ഇരുവശങ്ങളിലായിട്ടാണ് അതിൻ്റെ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. മലഞ്ഞിൽ ഫിഷിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ ഡാർക്ക് ഗ്രീൻ കളറും അതുപോലെ പ്രായം കൂടിയ മീനുകൾ ബ്ലാക്ക് കളറിലുമാണ് കാണപ്പെടുന്നത്. പിന്നെ അതിൻ്റെ വയസ്സിനെയും അവ ജീവിക്കുന്ന വെള്ളത്തെയും ആശ്രയിച്ചിരിക്കും. മലഞ്ഞിൽ ഫിഷിനെ പിടിക്കാൻ വെയിറ്റ് കുറഞ്ഞ ലെഡായിരിക്കും നല്ലത്. ഞാൻ ഉപയോഗിച്ചിരുന്നത് 5 ഗ്രാമിൻ്റെ ലെഡും 12 സൈസിൻ്റെ ഹൈ കാർബൺ സ്റ്റീൽ ഹുക്കുമാണ്. അതുപോലെ പവർഫുള്ളായിട്ടുള്ള ജർമ്മൻ ലൈൻസും ഉപയോഗിക്കുന്നു. മലഞ്ഞിൽ ഫിഷിൻ്റെ പുറത്ത് നല്ല ഫാറ്റ് ഉള്ളതിനാൽ അത് പിടിക്കാൻ നല്ല റിസ്ക് ആണ് കേട്ടോ. അതുപോലെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായി പോകുന്നു. മലഞ്ഞിൽ ഫിഷ് അതിൻ്റെ ഇരയെ ഏകദേശം 10-12 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് വീങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂണ്ട ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചൂണ്ട കിട്ടിയിട്ടോ.
മലഞ്ചൽ ഫിഷിനെ വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ സ്പോട്ടിൽ പിടിച്ചെടുത്ത മഞ്ഞൾ ഫിഷിനെ കഴുകി വൃത്തിയാക്കി അരിപ്പൊടിയിലിടുന്നു. അരിപ്പൊടിയിലിടുമ്പോൾ മഞ്ഞൾ ഫിഷിൻ്റെ പുറത്തുള്ള ഫാറ്റിൽ അരിപ്പൊടി ഒട്ടിപ്പിടിക്കുന്നു. ഈ ഒട്ടിപ്പിടിച്ച ഫാറ്റ് വടിച്ചെടുത്ത് മാവുണ്ടാക്കി പത്തിരി ഉണ്ടാക്കി കഴിച്ചാൽ ശ്വാസസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വളരെ ബെറ്ററാണ്. മലഞ്ചൽ ഫിഷിനെ സ്കിന്നോട് കൂടിയും അതുപോലെ സ്കിൻലെസ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. സ്കിന്നോട് കൂടി യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഔഷധ ഗുണം കിട്ടുന്നത്. ഞാൻ സ്കിൻലെസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്കിന്ന് വലിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. മലഞ്ചൽ ഫിഷിൻ്റെ സ്കിന്ന് വലിച്ചെടുക്കാൻ കുറച്ച് ഫോഴ്സ് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ റെസിപ്പി നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതിൻ്റെ മസാല തയ്യാറാക്കുക. പിന്നീട് മുറിച്ചെടുത്ത മഞ്ഞൾ ഫിഷിനെ മസാലയിൽ ഇട്ടിട്ട് അരമണിക്കൂർ നേരം ഫ്രീസ് ചെയ്യാൻ വെക്കുക. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ മസാല അതിൻ്റെ പുറത്ത് ശരിക്കും പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെ വറുക്കുന്നതിന് മുമ്പായി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി മുറിച്ചിടുക.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മലഞ്ഞിൽ ഫ്രൈ തയ്യാറായിട്ടോ. അങ്ങനെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ എൻ്റെ ഫ്രണ്ട് സഹീർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും അതേപോലെ ഷെയറും ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക്സ്.